ഒസിലർ സിനിമ കണ്ടിട്ട് പറഞ്ഞ വഴിയാണ്. ജയറാമിന് നല്ലൊരു തിരിച്ചുവരവ്, അങ്ങനെ വേണം പറയാൻ. പിന്നെ ജയറാമിനെ പോലെ സിദ്ദിഖ് മാറിപ്പോയി. അത് ട്രെയിലർ കണ്ടപ്പോൾ സിദ്ദിഖ് ഉണ്ടാവുമെന്ന് വിചാരിക്കാം, പക്ഷെ സിദ്ദിഖ് ഈ പടത്തിലില്ല. സിദ്ദിഖിനെ ശരിക്കും മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിദ്ദിഖിന് പകരം ജഗദീഷ് നന്നായിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പിന്നെ പറയാനുള്ളത് അനശ്വര രാജൻ. പുള്ളിക്കാരത്തി നല്ല രീതിയിൽ ഇപ്പോൾ എല്ലാ പടത്തിലും അനശ്വര രാജൻ്റെ കഴിഞ്ഞിറങ്ങിയ ചിത്രം നേരിൽ തന്നെ നല്ല പെർഫോമൻസ് കണ്ടതാണ്. അത് തന്നെ ഇതിലും തുടർന്നുണ്ട്. പിന്നെ സെന്തിൽ, മറ്റേ ചാലക്കുടിക്കാരൻ ചങ്ങത്തി, ആദ്യത്തെ അവന് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൾറെഡി പറയുകയാണെങ്കിൽ ജയറാമിൻ്റെ നല്ലൊരു തിരിച്ചുവരവ്, അങ്ങനെ വേണം പറയാം. ഇതിലെ ഇൻ്റർവെല്ലിൽ ഇപ്പോൾ പ്രതിനെ പിടിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ കേട്ട് മമ്മൂക്ക ഉണ്ടെന്ന് കേട്ടായിരുന്നു. മമ്മൂക്കേനെ പ്ലേസ് ചെയ്യാനുള്ളൊരു സ്ഥലം അതിലില്ലാത്ത പോലെ എനിക്ക് തോന്നി. പക്ഷേ ഇൻ്റർവെല്ലിൽ കഴിഞ്ഞപ്പോൾ മമ്മൂക്കയുടെ ഒരു എൻട്രി ഉണ്ട്. ആ എൻട്രി കണ്ടപ്പോൾ തുടങ്ങിയുള്ള രോമാഞ്ചം ഉണ്ടല്ല, അത് പടത്തിൻ്റെ ത്രൂ ഔട്ട് ഉണ്ടായി. അതായത് ഒരു ക്യാമിയോ റോള് പോലെ അല്ല. അതേപോലെ ക്യാമിയോ റോൾ മറ്റേ ജയിലറിൽ മോഹൻലാൽ എഴുതുന്ന പോലത്തെ റോളല്ല. ഇത് ത്രൂ ഔട്ട് റോളുണ്ട്. എന്തായാലും കിട്ടും തന്നെ. അതേപോലെ തന്നെ ഈ പടത്തിൽ എടുത്തു നിൽക്കുന്നതാണ് ഇതിൻ്റെ ബി ജി എം പൊളിയായിരുന്നു. അതേപോലെ തന്നെ ക്യാമറ വർക്കും ചെയ്തിരിക്കുന്നത് നല്ല രസമുണ്ട്. പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ തിയേറ്റർ വാച്ചബിളാണ്. ജയറാമിന് നല്ലൊരു തിരിച്ചുവരവ്. പിന്നെ മമ്മൂട്ടിയുടെ ഗംഭീര പ്രകടനം. മമ്മൂക്ക ഇപ്പോൾ തുടർച്ചയായ ഹിറ്റുകൾ തന്നുകൊണ്ടിരിക്കുന്ന ആളാണ് മമ്മൂക്ക. അത് തന്നെ അസ്ലോറും തുടർന്നുണ്ട്. ഇനി അടുത്തത് മമ്മൂക്കയുടെ ടർബോയാണ്. ടർബോയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇനിയുള്ളത്. പക്ഷേ ഈ സിനിമ, ഒസ്ലർ സിനിമ തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ നഷ്ടമാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എല്ലാ ചേരുവകളും അതിലുണ്ട്. പിന്നെ ഈ സിനിമയിൽ കുറച്ച് നല്ല പാട്ടുകളുടെ ഒരു കുറവ് ഉണ്ട്. അത് കുഴപ്പമില്ല. ഒരു ഇൻവെസ്റ്റിഗേഷൻ പുള്ളിയുടെ ആൾക്കാരുടെ മറ്റേ 5-ാം വാതിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അതേപോലത്തെ ഒരു ഇതായിട്ട്. പക്ഷേ 5-ാം വാതിലിനേക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒസ്ലർ തന്നെയാണ്. എന്തായാലും പടം തിയേറ്ററിൽ തന്നെ കാണാമെന്നുള്ള സംഭവമുണ്ട്.